ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് അഫെയർ വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ കറണ്ട് അഫെയർസ് വീഡിയോസ് നമ്മൾ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സീരീസ് അല്ല, ആദ്യത്തെ വീഡിയോ ആണ് ചിലവർ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് മാത്രം നമ്മൾ എപ്പോഴും പഠിക്കുക നമ്മുടെ KPSM മെത്തേഡ് പ്രകാരം. KPS എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള PSC സ്റ്റഡി മെത്തേഡ്. എൻ്റെ പേരും കിരൺ ആയതുകൊണ്ട്, ഞാൻ ഉണ്ടാക്കിയ മെത്തേഡ് ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ്. ഓക്കെ, ആ മെത്തേഡ് പ്രകാരം നമ്മൾ കറണ്ട് അഫെയർ സിലബസുമായി ബന്ധപ്പെട്ടത് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. എന്നുവെച്ചാൽ ലോകത്തുള്ള എല്ലാ കറണ്ട് അഫെയർസും എഴുതാനോ മൊത്തം അത് ക്യുമുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ PSCയുടെ ഫുൾ ബുള്ളറ്റിൻ ഫുള്ള് വായിച്ച് നോക്കാനോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മൊത്തം കറണ്ട് അഫെയർ വീക്ക്ലി മന്ത്ലി കോംപ്രിഹെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും നമ്മൾ നിൽക്കില്ല. കാരണം നമ്മുടെ അടുത്ത് സമയമില്ല. ഓക്കെ, നമ്മൾ കുറച്ച് പഠിച്ചിട്ട് കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളുകളാണ്. എങ്കിൽ ആ മെത്തേഡ് പ്രകാരം ഇന്ന് നമ്മൾ കറണ്ട് അഫെയർസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസ് ആണ്. അപ്പൊ കുറച്ച് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, സാർ വേൾഡ് ഹിസ്റ്ററിയിൽ എന്താ കറണ്ട് അഫെയർസ് ഉള്ളതെന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ നോക്കേണ്ടത് സിലബസ് ആണ്. അതിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ പേര് കിരൺ. ഓക്കെ, നമ്മുടെ സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇന്നാക്റ്റീവ് ആയി പോയി. അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തോട്ട് പുതിയ 2 ടെലഗ്രാം ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറയുന്നത് ജനറൽ PSCക്ക് ഉള്ളതും, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിനുള്ളതുമായിട്ടുള്ള ഒരു എന്താ പറയുക 2 ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച്, അതായത് നിങ്ങൾ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ അല്ല ഡിഗ്രി ലെവലിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണോ എന്ന് നോക്കി രണ്ടിലും എന്ത് ചെയ്യാവുന്നതാണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം, കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് ഡിഗ്രിക്ക് സെപ്പറേറ്റ് കറണ്ട് അഫെയർ, ജനറൽ PSCക്ക് സെപ്പറേറ്റ് കറണ്ട് അഫെയർ അങ്ങനെയൊന്നുമില്ല. കറണ്ട് അഫെയർ എല്ലാവർക്കും സെയിം തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെ 2 പേർക്കും ഉള്ളത് തന്നെയാണ്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് പോകുന്നത് ഇതാണ് വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസ്. ഓക്കെ, അപ്പൊ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം എന്നിവയിൽ നിന്ന് എന്തെങ്കിലും കറണ്ട് അഫെയർസ് വരാനുണ്ടെങ്കിൽ ഇതിന്റെ 500-ാം വർഷം, ഓക്കെ, അല്ലെങ്കിൽ 400-ാം വർഷം, 300-ാം വർഷം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ 350-ാം വർഷം, അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ 200-ാം വർഷം എന്നൊക്കെ പറഞ്ഞ് എന്താ പറയാ ആചരിക്കുന്നുണ്ടാവും. ട്രംപ് ഇപ്പൊ ആചരിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എങ്കിൽ അത് നമുക്ക് കറണ്ട് അഫെയർസ് ആയിട്ട് വരും. അത്രേ അവിടെ ഉള്ളൂ. ഓക്കെ, 2ാം ലോക മഹായുദ്ധത്തിന് ഇത്ര വർഷം എന്നുള്ള കാര്യമൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്കിവിടെ ഒരു സിലബസിൽ ഏറ്റവും ലാസ്റ്റ് ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അതിന്റെ പേരാണ് ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ എന്നൊരു കാര്യം അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ UN-ഉം അതർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസും. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, യുണൈറ്റഡ് നേഷൻസിന്റെ വിവിധ ഓർഗനൈസേഷൻസ് അല്ലേ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്? ഓക്കെ, അവരല്ലേ യുനെസ്കോ അല്ലേ? ഓക്കെ, ഏതൊക്കെ സൈറ്റുകൾ എവിടെ വരണം, ഇൻടാഞ്ചിബിളും ടാഞ്ചിബിൾ ഉള്ളതുമായിട്ടുള്ള ഹിസ്റ്റോറിക് സൈറ്റ് ആയിട്ട് കൊടുക്കുന്നത്? ഓക്കെ, UNEP അല്ലേ എൻവയോൺമെന്റൽ ഡേയും എൻവയോൺമെന്റിന്റെ കാര്യങ്ങളും തണ്ണീർത്തട വികസനവും ഇതെല്ലാം നോക്കുന്നത്? ഓക്കെ, എങ്കിൽ ഈ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം നമുക്ക് കറണ്ട് അഫെയർസ് വരുന്നതല്ലേ? അപ്പൊ 2 PS നമ്മളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഐക്യരാഷ്ട്ര സംഘടന എങ്ങനെ ഉണ്ടായെന്ന് പഠിച്ചാൽ തിയറിയാണ്. ഇപ്പൊ അവരെന്താണ് ചെയ്യുന്നത്? ഐക്യരാഷ്ട്ര സംഘടന 2025 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? 2026 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഓക്കെ, എന്നൊക്കെ പറഞ്ഞാൽ അത് കറണ്ട് അഫെയർസ് ആയില്ലേ? മറ്റ് അന്താരാഷ്ട്ര സംഘടന, ഒരുപാട് അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് G7. ഓക്കെ, അപ്പോ ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും എന്നതാണ് നമ്മുടെ ടോപ്പിക്. എന്തിനു വേണ്ടിയിട്ട്? കറണ്ട് അഫെയറിന് വേണ്ടിയിട്ട്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പേരാണ് G7. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ, അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഈ ഒരു സ്ലൈഡ്
എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോസിലും ഉണ്ടാവും. 1 മിനിറ്റ് എൻ്റെ കൂടെ സഹിക്കുക, ക്ഷമിക്കുക. ഓക്കെ, അതായത് നിങ്ങളൊരു സെപ്പറേറ്റ് ബുക്ക് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? കറണ്ട് അഫയറിന് വേണ്ടിയിട്ട്. കാരണം എക്സാമിന്റെ ടൈമിൽ, അതായത് 1 മാസം മുമ്പ് നമുക്ക് കറണ്ട് അഫയർ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിൽ ഫോണിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബുക്ക് ഉണ്ട്. എന്ത് റഫർ ചെയ്യണമെന്ന് അറിയില്ല, റഫർ ചെയ്ത് അത് വരുമോന്ന് അറിയില്ല. നമുക്ക് വേണ്ടത് ഒരു 20 ആണെങ്കിൽ 18, 15 ആണെങ്കിൽ 13, ഒരു 10 ആണെങ്കിൽ 8. ഓക്കെ, വിവിധ എക്സാമിന് വിവിധ രീതിയിലാണല്ലോ. അപ്പൊ ആ രീതിക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബുക്ക് ഉണ്ടായിരിക്കണം. ആ ബുക്കിൽ എന്താ ചെയ്യേണ്ടത്? സിലബസുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മാത്രമായിരിക്കണം അതിൽ എഴുതിയിട്ടുണ്ടാവേണ്ടത്. ഓക്കെ, അതിന്റെ ഒരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കണം റെഗുലർലി റിവൈസ് ചെയ്യേണ്ടത്. സിലബസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഉടൻ എന്തിനാണ് അതിൽ എഴുതി വെക്കണം. അതായിരിക്കണം റെഗുലർലി റെഫർ ചെയ്യേണ്ടത്. എക്സാമിന് 1 മാസം മുമ്പ് പിന്നെ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സും തൊടുന്നതായിരിക്കില്ല. നമ്മൾ ഈ ബുക്ക് മാത്രം എന്ത് ചെയ്യും? പഠിച്ചുകൊണ്ടേയിരിക്കും, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? 18 മാർക്ക് വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ 15 ആണെങ്കിൽ 13 മാർക്ക് വാങ്ങാൻ പോകുന്നത്, 10 ആണെങ്കിൽ എന്താ 8 മാർക്ക് വാങ്ങാൻ പോകുന്നത്. കാരണം 2 ന്യൂസ് ഉണ്ടാവും. ഓക്കെ, ആ 2 വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ കാര്യവും പഠിക്കണം. ആരെവിടെ മരിച്ചു, എവിടെ എന്ത് ചെയ്തു, എവിടെ എന്ത് പ്രശ്നം ഉണ്ടായി, എല്ലാം പഠിക്കണം. ഓക്കെ, അത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതെല്ലാം ആണെങ്കിൽ നമുക്ക് G7ലേക്ക് എന്ത് ചെയ്യാം? പോകാം. ഓക്കെ, അപ്പൊ G7 മീറ്റിംഗ് നടന്നു 2025 കാനഡയിൽ വെച്ചാണ് മീറ്റിംഗ് നടക്കുന്നത്. ഓക്കെ അല്ലെ? കാനഡയിലെ കനാനസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 2025 എന്ത് ചെയ്തു? മീറ്റിംഗ് നടന്നോട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് അത് കറണ്ട് അഫയേഴ്സ് ആയി. ഓക്കെ, അപ്പൊ ഇവിടെ G7 മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ആളുകളെ നോക്കുക. അപ്പോ G7 എന്ന് പറഞ്ഞാൽ 7 ആളെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ ഇവിടെ എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9. 2 ആള് കൂടുതലാണ്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഓക്കെ, പേര് G7 ആണ്, 7 ആളുകളെ വരുള്ളൂ. പക്ഷെ എപ്പോഴും 1-2 ആള് കൂടുതൽ ഉണ്ടാവും. ഓക്കെ, ആ 1-2 ആളെന്ന് പറയുന്നത് ഈ അറ്റത്ത് നിൽക്കുന്ന ഈ 2 പേരെ നോക്കുക. ഒരാള് യൂറോപ്യൻ യൂണിയനെ പ്രതിനിധീകരിച്ചായിരിക്കും. യൂറോപ്യൻ യൂണിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാവരും കൂടി ചേർന്നിട്ട്. ഓക്കെ, അപ്പൊ ഡൗട്ട്, സാർ ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഈ മനുഷ്യൻ ഞങ്ങൾക്ക് അറിയാം. ഇവരെന്താ? ഇയാൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. എങ്കിൽ ബ്രിട്ടൻ യൂറോപ്പിലല്ലേ സർ എന്ന് പറയുന്നുണ്ടാവും. കറക്റ്റ്. ഓക്കെ, ഈ G7 ഇല്ലാത്ത യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെല്ലാം പ്രതിനിധീകരിച്ച് ഒരു മനുഷ്യൻ ഇവിടെ വരും. ഇതാണ് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി. ഓക്കെ അല്ലെ? IMF-നെയും വേൾഡ് ബാങ്കിനെയും, IMF-നെ പ്രതിനിധീകരിച്ച്, അല്ലെങ്കിൽ എന്താ യൂറോപ്യൻ ബാങ്കിനെ പ്രതിനിധീകരിച്ച് ഒരു എന്ത് വരും? ഒരു പ്രതിനിധി വരും. അതാണ് ഒരു അറ്റത്ത് നിൽക്കുന്ന ആള്. ഓക്കെ, അപ്പൊ മനസ്സിലായ? 1, 2, 3, 4, 5, 6, 7. ഈ 7 പേരാണ് G7 മെമ്പർ ആയുള്ളത്. ഇതൊക്കെ കണ്ടില്ലേ? ഡൊണാൾഡ് ട്രംപ് ഇവിടെ ഉണ്ട്. ഓക്കെ, ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ഇവിടെ ഉണ്ട്, ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആണ് നിൽക്കുന്നത്. അപ്പൊ ഈ 7 പേരാ കൂടിക്കഴിഞ്ഞ് മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ അതിന്റെ പേരാണ് G7. അപ്പൊ ലോകത്ത് സാർ 194 രാജ്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനാണ് ഈ 7 പേര് മാത്രം വിളിക്കുന്നത്? പോയിന്റ് നമ്പർ 1, ഇവര് ഭയങ്കര പണക്കാരാണ്. ഓക്കെ, എന്ന് വെച്ചാ ലോകത്തിലെ സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നതിൽ, ഓക്കെ, സമ്പത്ത് എടുക്കുകയാണെങ്കിൽ ഒരു 30-40% സമ്പത്തും ഈ നിൽക്കുന്ന 7 രാജ്യങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. ഓക്കെ, ഇവരാണ് ലോകത്തെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നാണല്ലോ ചൊല്ലി. ഓക്കെ, ഇവിടെ പൈസ ഉള്ളവനാണ് എന്ത്? കാര്യക്കാരൻ. അപ്പൊ പൈസയുള്ള എല്ലാവരും കൂടി മീറ്റിംഗ് വിളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗിന്റെ പേരാണ് G7. ഈ പൈസയുള്ളവരുടെ മീറ്റിംഗിൽ സാധാരണക്കാരനെ കേട്ടില്ല. ഓക്കെ, അപ്പോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള കെനിയ, ഉഗാണ്ട അങ്ങനെ രാജ്യങ്ങളൊന്നും അവിടെ പോകേണ്ട കാര്യമില്ല. ഓക്കെ, വെസ്റ്റ് ഇൻഡീസ് എന്ത് ചെയ്യണ്ട? അവിടെ പോകേണ്ട കാര്യമില്ല. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള പെറു, ചിലി അങ്ങനെയുള്ള രാജ്യങ്ങളൊന്നും അവിടെ പോകേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ സാർ ആരാണ് പോവുക? 7 പേര്. ഓക്കെ, 2 പേര് എക്സ്ട്രാ ആയിട്ട് എപ്പോഴും ഉണ്ടാവും. സാർ പിന്നെ ഈ 7 പേര് മാത്രം മീറ്റിംഗ് കൂടി നിൽക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ. ഇല്ല. അപ്പൊ അവര് ഇടയ്ക്കിടയ്ക്ക് ആരുമായിട്ടാണോ സംസാരിക്കേണ്ടത് അവരെന്ത് ചെയ്യും? വിളിക്കും. ഓക്കെ, എന്ന് വെച്ചാ ഇപ്പൊ മോനെ ഇന്ത്യ, ഓക്കെ, നീ ഒന്ന് വാ, നിന്റെ അടുത്ത് എന്ത് ചെയ്യാനുണ്ട്? ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പൊ നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നു. ഓക്കെ, എന്തായിട്ട്? ഒരു അതിഥിയായിട്ട് എന്ത് ചെയ്യുക? വരിക, ഗസ്റ്റ് ആയിട്ട് വരിക. ഗസ്റ്റ് എന്ന് പറയുന്ന ആള് വിളിക്കുമ്പോഴല്ലേ പോകേണ്ടത്? അതെ, വിളിക്കാതെ വീട്ടിൽ പോകുന്നത് ഒരു മര്യാദയല്ലല്ലോ. അല്ല എങ്കിൽ ഓക്കെ, ഈ 7 പേരും ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള ആളുകളും അതേപോലെ സ്ഥിരമായിട്ട് വരുന്ന ഒരു 1-2 പേരും ഉണ്ടാവും. ആ സ്ഥിരമായിട്ട് വരുന്ന 1-2 പേരിൽ ആരൊക്കെ ഉള്ളത്? ഒന്ന് യൂറോപ്യൻ യൂണിയന്റെ നേതാവ്, രണ്ടാമത്തെ ആരാണ്? ഓക്കെ, യൂറോപ്യൻ ബാങ്കിന്റെ നേതാവ്.
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇവരെല്ലാരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? G7 കിട്ടും. അപ്പൊ ഈ ഫോട്ടോയിൽ എന്തുകൊണ്ടാ 9 പേരുള്ളെന്നുള്ളതും 7 പേരാണ് G7 എന്നുള്ളതും വളരെ പണക്കാരായിട്ടുള്ള രാജ്യങ്ങളാണ് മീറ്റിംഗ് വിളിക്കാൻ പോകുന്നതെന്നും കാര്യങ്ങൾ മനസ്സിലായല്ലോ? അതെ. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എന്തുകൊണ്ടാ ഈ 7 പേര് മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും അത് കേൾക്കണം എന്ന് ഇവർ ആഗ്രഹിക്കാനുള്ള കാരണം എന്താ? ഇവരുടെ കയ്യിലാണ് പൈസ. ഓക്കെ, പൈസയുള്ളവൻ പറയുന്നത് ബാക്കിയുള്ളവർ കേൾക്കണം എന്നാണ് ലോകത്തിന്റെ നിയമമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത്. എങ്കിൽ അതിന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള സംഘടന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് UN എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ G7 ആയിരിക്കും പറയേണ്ടി വരിക. ഓക്കെ അല്ലെ? UN തന്നെ നടക്കണമെങ്കിൽ ഈ നടുവിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ, ഇദ്ദേഹത്തിന്റെ പേരാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ആണ്. അമേരിക്കൻ പ്രസിഡന്റ് പൈസ കൊടുത്താലേ UN തന്നെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും അതാരാണ്? G7 ആണെന്നുള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ കാനഡയിലെ കനാസ്കിസില് 51ാമത്തെ മീറ്റിംഗ് എന്ത് ചെയ്തു? കൂടി. ഈ 51ാമത്തെ മീറ്റിംഗിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിജി പോയിട്ട് എന്ത് ചെയ്തു? പങ്കെടുത്തു. സാർ ഫോട്ടോയിൽ കാണുന്നില്ലല്ലോ. ഇതിനാണ് ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു തന്നത്. അതായത് G7ന്റെ ഭാഗമല്ല ഇന്ത്യ. ഓക്കെ, പക്ഷേ മോനെ കുട്ട എന്ത് ചെയ്യാ, ഇങ്ങോട്ട് വരൂ, നമ്മളെന്താണ് ഗസ്റ്റ് അല്ലേ, വന്ന് നമ്മുടെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകൂ എന്ന് ആര് പറയും? ഓക്കെ അല്ലേ? അമേരിക്കയോ ഫ്രാൻസോ ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടാവും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ 6 വർഷമായി നമ്മൾ സ്ഥിരമായിട്ട് എവിടെ പോകുന്നുണ്ട്? G7 മീറ്റിംഗിൽ പോകുന്നുണ്ട്, ബിരിയാണി കഴിക്കുന്നുണ്ട്, അവിടെയുള്ള ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. സോ നമുക്ക് വോയിസ് ഉണ്ടാ? ഇല്ല മക്കളെ, നമുക്ക് വോയിസ് ഇല്ല. ഓക്കെ, വോയിസ് ഉള്ളതായി 7 പേർക്ക് മാത്രമാണ്, അവരുടെ കയ്യിലാണ് പൈസ ഉള്ളത്. എന്നാലും നല്ലൊരു പൈസക്കാരന്റെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവാനുള്ള സാധനം ഉണ്ടല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പോകും. ഓക്കെ, സാർ ഈ 51 മീറ്റിംഗില് ഇന്ത്യ ആകെ എത്ര പ്രാവശ്യം പങ്കെടുത്തിട്ടുണ്ട് സാറേ? 12 തവണ ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട്. സാർ ഈ അതിൽ 6 പ്രാവശ്യവും എന്താ പറയാ കഴിഞ്ഞ 6 വർഷമാണ്. അതെ. ഓക്കെ, കഴിഞ്ഞ 6 വർഷമായിട്ട്, അതായത് നരേന്ദ്രമോദി വന്നുള്ള സമയത്ത്, ഇപ്പൊ മോഡി വന്നിട്ട് എത്ര സമയമായി? 2014 വന്നത്, ഇപ്പൊ 2025 ആയില്ലേ? ഓക്കെ, അപ്പൊ 2025 ആണെങ്കിൽ 11 വർഷമായി. ഓക്കെ, എങ്കിൽ ഈ 11 വർഷത്തിൽ 6 വർഷം എങ്ങോട്ട് പോയിട്ടുണ്ട്? നമ്മുടെ G7ലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ചേർന്നിട്ട്, അതായത് IK ഗുജറാൾ, നരസിംഹറാവു, ഇന്ദിരാഗാന്ധി, ജവഹർലാൽ നെഹ്റുജി, ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? 6 പ്രാവശ്യം പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം എത്ര പ്രാവശ്യം പോയി? 12 പ്രാവശ്യം. കറക്റ്റ്. അതിൽ 6 പ്രാവശ്യം എപ്പോഴാ പോയത്? നരേന്ദ്രമോദിജിയുടെ കാലഘട്ടത്തിൽ. ഓക്കെ, കഴിഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 6 വർഷവും പോകുന്നുണ്ടാ? പോകുന്നുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ എത്രാമത്തെ മീറ്റിംഗ് നടന്നത്? 51ാമത്തെ. എവിടെ നടന്നത്? കാനഡയില്. കാനഡയുടെ എവിടെയാ? കനാസ്കിസില്. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ കാര്യം. 2025 മീറ്റിംഗ് നടന്നു എന്നുള്ള കാര്യം. ഓക്കെ, എങ്കിൽ നമുക്ക് PSC POക്ക് ചെയ്യാം. അപ്പൊ HST മാത്സ് ടീച്ചർക്ക് 2025 ഇപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ വന്നത് G7നെ കുറിച്ചാണ്. അപ്പൊ ഒരു കറണ്ട് അഫെയർ. എവിടെ നിന്നുള്ള കറണ്ട് അഫെയർ? സിലബസ് എന്നുള്ളത്. സിലബസിൽ എവിടെ? വേൾഡ് ഹിസ്റ്ററി. ടോപ്പിക് എന്താ? ഓക്കെ, ഐക്യരാഷ്ട്ര സംഘടനയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും. മറ്റ് അന്താരാഷ്ട്ര സംഘടനയിൽ പ്രധാനപ്പെട്ട സംഘടന G7. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. G7നെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശരിയായ പ്രസ്താവനയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 1, G7 വികസിത ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു അന്തർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ്. ഓക്കെ, അപ്പോ ഇത് മൊത്തമായിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഒറ്റ വാക്കേ പഠിച്ചിട്ടുള്ള വാക്കിന്റെ പേരാണ് വികസിതം. അത് ജനാധിപത്യ രാജ്യങ്ങളാണോ, ഇന്റർ ഗവൺമെന്റൽ ആണോ, രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നോക്കണം. ഓക്കെ, ഇപ്പൊ നമുക്കൊരു വാക്കറിയാം, പണക്കാരുടെ സംഘടനയാണ് G7 എന്നാണ് ഞാൻ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ഏറ്റവും വികസിതമായിട്ടുള്ള രാജ്യങ്ങളാണ് അതിൽ പോയി പങ്കെടുക്കുക. ബാക്കിയുള്ളവർ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ആണ് കേട്ടോ വായിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ G7ലേക്ക് ക്ഷണിക്കപ്പെട്ട അംഗമാണ്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞാൽ എത്ര വർഷം? 6 വർഷം.
കഴിഞ്ഞ 6 വർഷമായിട്ട് ഇന്ത്യ G7ലേക്ക് എന്ത് ചെയ്തു? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഇന്ത്യ G7 മെമ്പർ ആണോ? അല്ല. ഓക്കെ. ഇന്ത്യ ക്ഷണിക്കുകയാണോ? അതെ. ഇന്ത്യയെ ക്ഷണിക്കണം എന്ന് അവർക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇല്ല. ഇപ്പൊ തൽക്കാലത്തേക്ക് അവർ കഴിഞ്ഞ 6 വർഷമായിട്ട് ആരെ ക്ഷണിക്കുന്നുണ്ട്? ഇന്ത്യയെ ക്ഷണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 ശരിയല്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കേണ്ടത് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2ഉം സ്റ്റേറ്റ്മെന്റ് നമ്പർ 4ഉം ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓക്കെ. 4 കനാസ്കസ് കിസ്സില് 2025 എവിടെ നടന്നു? എന്താ പറയുക, മീറ്റിംഗ് നടന്നു. കറക്റ്റ് ആണ്. ഈ കനാസ്കസ് എവിടെയാണ് ഞാൻ പറഞ്ഞത്? കാനഡയില്. ഓക്കെ. അതിൽ ഇറ്റലി അധ്യക്ഷത വഹിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അധ്യക്ഷത ആര് വഹിച്ചു നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ കാനഡയിലാണ് നടന്നത് നമുക്കറിയാം. ഓക്കെ. അപ്പൊ ഇതില് കൃത്യമായിട്ട് അറിയുന്നത് ഒരേ ഒരു സ്റ്റേറ്റ്മെന്റേ ഉള്ളൂ. ആ സ്റ്റേറ്റ്മെന്റിന്റെ പേരാണ് സ്റ്റേറ്റ്മെന്റ് നമ്പർ 3. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ G7 ക്ഷണിക്കപ്പെട്ട അംഗമാണ്. സന്തോഷം. ഓക്കെ. അത് ശരിയാണ്. ബാക്കിയുള്ള പ്രസ്താവനകൾ നമുക്ക് നോക്കിയതിനു ശേഷം ഇതിന്റെ ആൻസർ എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അങ്ങനെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിനെ ആദ്യമായിട്ട് G7 ഉച്ചകോടിയിൽ എന്ത് ചെയ്തു? പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചു. അപ്പൊ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് വന്നു. ഓക്കെ. എപ്പോ വന്നു? G7ലേക്ക് വന്നു. ഓക്കെ. അപ്പൊ G7 എന്ന് വെച്ചാൽ എന്താ? ഒരു വികസിത ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു അന്തർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിലുള്ള ഓരോ വാക്കും നമുക്ക് മനസ്സിലാക്കാം. G7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആള്. ഓക്കെ. വികസിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസയുള്ള വ്യക്തികൾ. ജനാധിപത്യം വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ നടക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ. എങ്കിൽ സൗദി അറേബ്യയുടെ കയ്യിൽ നല്ല പൈസയുണ്ട്. അവരെ G7ലേക്ക് ചേർക്കുവോ? ഇല്ല. വൈ? അവിടെ ജനാധിപത്യം ഇല്ല. കറക്റ്റ്. ഓക്കെ. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ UAE, ഒമാൻ, ഖത്തർ, എന്താ പറയാ, സൗദി, ഇങ്ങനെയുള്ള രാജ്യങ്ങൾ. ഇവരുടെ നല്ല പൈസയുണ്ടാ? നല്ല പൈസയുണ്ട്. പക്ഷെ അവിടെ ജനാധിപത്യം ഉണ്ടാ? ജനാധിപത്യം ഇല്ല. എങ്കിൽ ഇവരെ ഞങ്ങൾ G7ലേക്ക് വിളിക്കില്ല. അപ്പൊ G7ലേക്ക് ചേർക്കാനുള്ള ഒന്നാമത്തെ ഘടന എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നാമത്തെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്താ? അത് വികസിതമായിരിക്കണം. എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം? കയ്യിൽ പൈസ വേണം. രണ്ടാമത്തെ കാര്യം എന്താ? കയ്യിൽ പൈസ ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ ജനാധിപത്യ രാജ്യം വേണം. ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താ? ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ആണ്. അപ്പൊ ഒരു ഗവൺമെന്റൽ മീറ്റിംഗ് ആണ് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിന്നുള്ള പ്രസിഡന്റ്, പ്രധാനമന്ത്രി അവരാണ് പങ്കെടുക്കുക. ഓക്കെ. പ്രധാനപ്പെട്ട നേതാക്കളാണ് പങ്കെടുക്കുക. അപ്പൊ ഒരു ഇന്റർ ഗവൺമെന്റൽ കോൺഫറൻസ് ആണ്. അതിൽ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒന്നിന്റെ പേര് പൊളിറ്റിക്സ്, രാഷ്ട്രീയം. രണ്ടാമത്തെ പേര് സാമ്പത്തികം, എക്കണോമിക്സ്. ഈ 2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. എന്തായാലും പൈസ ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് എക്കണോമിക്സ് ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. അതേപോലെ എന്ത് ഡിസ്കസ് ചെയ്യും? പൊളിറ്റിക്സും ഡിസ്കസ് ചെയ്യും. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുക. പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എവിടെയാണ് യുദ്ധം നടക്കുന്നത്? റഷ്യ ഉക്രൈൻ പ്രശ്നമുണ്ട്, ഇസ്രായേൽ പാലസ്തീൻ ആക്രമിക്കുന്നുണ്ട്, അവിടെ സമാധാനവും ഇല്ല. എങ്കിൽ ലോകത്താകെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ വില കൂടുന്നു. എന്താണ്? ഓയിലിന്റെ വില കൂടുന്നു. ഇപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഈ 7 പേര് ഡിസ്കസ് ചെയ്യാൻ പോണ പരിപാടിയുടെ പേരാണ് ഇത്. അപ്പൊ ഇതേ വരിയല്ലേ അവിടെ കൃത്യമായിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത്? G7 വികസിത ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു അന്തർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ് എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അതെ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 1 ശരിയായില്ലേ? സ്റ്റേറ്റ്മെന്റ് നമ്പർ 3 നമ്മൾ നോക്കിയായിരുന്നു. 3 എന്തായിരുന്നു? ശരിയായിരുന്നു. എങ്കിൽ നമ്മളടുത്ത് ഇനി 2 സ്റ്റേറ്റ്മെന്റ് ആണ് ബാക്കിയുള്ളത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് നമ്പർ 2, ഒന്ന് സ്റ്റേറ്റ്മെന്റ് നമ്പർ 4. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഇനി 1, 3 എന്ന ഓപ്ഷൻ വരുന്ന, 2ഉം കൂടി വരുന്ന ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ നോക്കിക്കേ, 1ഉം 2ഉം ആണ്, അതിൽ 3 ഇല്ല. ഓപ്ഷൻ ബി നോക്കിയേ, 1ഉം 3ഉം ആണ്, നമുക്ക് വേണ്ട ആളുകളുണ്ട്. ഓപ്ഷൻ നോക്കിയേ, 2ഉം 3ഉം ആണ്, അതിൽ 1ഇല്ല. ഓപ്ഷൻ ഡി നോക്കിയേ, 2ഉം 4ഉം ആണ്. നമുക്കത് നമ്മുടെ കണക്കിലേ ഇല്ല. എങ്കിൽ ബാക്കി 2ഉം 4ഉം തെറ്റാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കേണ്ടത് ഏതാ? 1ഉം 3ഉം ഉള്ള ഓപ്ഷൻ ഏതാണ്? ബി. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓപ്ഷൻ ഏതാ? ബി ആണ്. അപ്പൊ 2ഉം 4ഉം തെറ്റാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ 2ഉം 4ഉം എന്തുകൊണ്ട് തെറ്റി നമുക്ക് പഠിക്കണ്ടേ? അപ്പൊ നമുക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യം ആണോ? അതെ. അപ്പൊ G7 എന്ന് പറയുന്നത് ഒരു വികസിത ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു ഇന്റർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ്.
ഇത്രയും കാര്യം ഓക്കെ ആണോ? ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇത് എപ്പോഴാണ് സ്ഥാപിതമായത്? 1975. ഓക്കെ, ഈ 1975 ഇത് സ്ഥാപിതമായതിനു ശേഷം 1998 റഷ്യയെ കൂടി ഉൾപ്പെടുത്തി. റഷ്യയെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ ഇതിന്റെ പേര് മാറി. പേരെന്തായി? G8 എന്നായി. സർ G7 ആണ്. അപ്പൊ റഷ്യയെ പുറത്താക്കി. എപ്പോഴാ പുറത്താക്കിയത്? ഓക്കെ, ക്രീമിയ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. ഇന്റർനാഷണൽ ലോ അനുസരിച്ച് ക്രീമിയ എന്ന് വെച്ചാൽ എന്താ? ഉക്രൈൻ ആണ്. റഷ്യ ഉക്രൈൻ പ്രശ്നം ഉണ്ടല്ലോ. റഷ്യ ഉക്രൈൻ പ്രശ്നം ഇപ്പൊ തുടങ്ങിയതല്ല. റഷ്യ ഉക്രൈൻ പ്രശ്നം 2014 തൊട്ട് തുടങ്ങിയുള്ള പരിപാടിയാണ്. ഓക്കെ, ആ 2014 ക്രീമിയ എന്ന് പറയുന്ന സ്ഥലം ആര് പിടിച്ചു വെച്ച്? റഷ്യ പിടിച്ചു വെച്ച്. ഓക്കെ, അപ്പൊ ഉക്രൈനിന്റെ വലിയൊരു സ്ഥലം ആരുടെയിൽ പോയി? റഷ്യയുടെ പോയി. ഇതിനെതിരെ ആര് പ്രതികരിച്ചു? G7 എല്ലാവരും പ്രതികരിച്ചു. എന്നിട്ട് അവര് പറഞ്ഞു, ഞങ്ങൾ G8 അല്ല ഉണ്ടാക്കാൻ പോകും, ഞങ്ങൾ എന്താ G7 ആണ് എന്ന് അവർ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെ റഷ്യ അവരെന്ത് ചെയ്തു? പുറത്താക്കി. ഇത്രയും കാര്യം ഓക്കെ ആണോ? റഷ്യ അവരെന്ത് ചെയ്തു? പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോ G8 എന്തായിട്ട് മാറി? G7 ആയിട്ട് മാറി. അപ്പൊ G8 G7 ആയിട്ട് മാറിയത് എപ്പോഴാ? 2014 അപ്പൊ 2013 എന്തായിരുന്നു? G8 ആയിരുന്നു. 2014 എന്തായി? G7 ആയി. ഇനി ഈ 7 രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? നമ്പർ 1 കാനഡ, നമ്പർ 2 ഫ്രാൻസ്, നമ്പർ 3 ജർമ്മനി, നമ്പർ 4 ഇറ്റലി, നമ്പർ 5 ജപ്പാൻ, നമ്പർ 6 യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ എന്താ? ബ്രിട്ടൻ, നമ്പർ 7 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ USA. ഓക്കെ, ഈ 7 വികസിത സമ്പദ് വ്യവസ്ഥകളുടെ അനൗപചാരിക ഗ്രൂപ്പിംഗ് ആണ്. അനൗപചാരിക ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് എന്താ ഒഫീഷ്യലി ഒന്നും അല്ല പറയാൻ പോകുന്നത്, ഒരു അൺഒഫീഷ്യൽ മീറ്റിംഗ് ആണ് വിളിക്കാൻ വേണ്ടി പോകുന്നത്. സാർ, ഈ അൺഒഫീഷ്യൽ മീറ്റിങ്ങിന് ഇത്ര അധികം ഇമ്പോർട്ടൻ്റ് ഉണ്ടാ? ആ, പൈസക്കാരല്ലേ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് പൈസക്കാർ എന്ത് ചെയ്താലും എന്തായിരിക്കും? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ ഈ 7 പേരും കൂടി അൺഒഫീഷ്യലി മീറ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഇരിക്കുന്നു, ചായ കുടിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, ലോകത്തുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. എന്തെങ്കിലും ഉടമ്പടിയൊക്കെ ഉണ്ടാക്കുവോ? ഇല്ല. എങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്തുകൊണ്ടാ? ഓക്കെ, അത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള കാര്യം വളരെ സിമ്പിൾ ആണ്. അവിടെ എന്തുണ്ട് മക്കളെ? അവിടെ പൈസ ഉണ്ട്. ഓക്കെ, അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? വളരെ ഇമ്പോർട്ടൻ്റ് ആയ മീറ്റിംഗ് ആയിരിക്കും. അത്രയും കാര്യമൊക്കെ അല്ലേ? അപ്പൊ 1975 G7 സ്ഥാപിതമായത്. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, ഓക്കെ, അതെന്താ 1974 സ്ഥാപിതമായില്ല? അതുകൊണ്ട് 1960 സ്ഥാപിതമായില്ല? ഓക്കെ, എങ്കിൽ അതിനൊറ്റ മറുപടിയാണുള്ളത്. ആ ഒറ്റ മറുപടിയുടെ പേരാണ് എണ്ണ പ്രതിസന്ധി. ഓയിൽ ക്രൈസിസ് എന്നാണ് അതിനെ പറയാ. ഓയിൽ ക്രൈസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ കിട്ടാനുള്ള മക്കളെ. ഓക്കെ, ആകെ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് എണ്ണ കിട്ടാനില്ലാത്ത ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരുടെ പേര് പറയണം. ഒന്ന് അറബ് രാജ്യങ്ങൾ, രണ്ടാമത്തെ ഇസ്രായേൽ. ഇസ്രായേലിന് അറബ് രാജ്യങ്ങളെ കണ്ടാൻ പറ്റില്ല. അപ്പൊ ഇസ്രായേൽ ആരെ ആക്രമിച്ചു? അറബ് രാജ്യങ്ങളെ ആക്രമിച്ചു. ഇസ്രായേലും അമേരിക്കയും ബൈ ബൈ ആണ്. ഓക്കെ, അപ്പോ ഇസ്രായേൽ ആര് വിട്ടുകൊടുക്കില്ല? അമേരിക്ക വിട്ടുകൊടുക്കില്ല. അമേരിക്ക ഇല്ലെങ്കിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ തുടങ്ങിയവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്വന്തമായി ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഓക്കെ, UK എപ്പോഴും ആരെ സപ്പോർട്ട് ചെയ്യും? അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും. എങ്കിൽ അമേരിക്കയുടെ ബായാണ് ആര്? ഇസ്രായേല്. അപ്പൊ ഇവരെല്ലാരും കൂടി ആരെ സപ്പോർട്ട് ചെയ്തു? ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞ്, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? എണ്ണ തരില്ല. ഓക്കെ, നിങ്ങൾ എങ്ങനെ വണ്ടി ഓടിക്കണം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? നോക്കണം എന്ന് പറഞ്ഞ് അവർ എണ്ണ തരില്ല എന്ന് പറഞ്ഞ്. അതിന്റെ പേരാണ് എണ്ണ പ്രതിസന്ധി. ഓക്കെ, ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് എല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചിട്ട് അവർ അതിനു വേണ്ടിയിട്ട് അൺഒഫീഷ്യലി മീറ്റിംഗ് കൂടി. ആ കൂടിയ മീറ്റിംഗിന്റെ പേരാണ് G7. പിന്നീട് അവർ തീരുമാനിച്ച് നമുക്ക് എന്ത് ചെയ്യുക? എല്ലാ വർഷവും എന്ത് ചെയ്യുക? അങ്ങനെ മീറ്റിംഗ് കൂടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തീരുമാനിക്കാൻ വേണ്ടി നോക്കാം. അങ്ങനെയാണ് G7 ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, G7 ഉണ്ടാക്കുന്ന സമയത്ത് സമ്പദ് വ്യവസ്ഥയുടെ വികസനം, അതായത് പൈസ, എക്കണോമിക്സ് മാത്രമാണ് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിനു വേണ്ടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. എവിടേക്ക്? ഇത് മാറുന്നില്ലല്ലോ. ഓക്കെ, ഇവിടേക്ക് ക്ഷണിക്കുന്നുണ്ട്. എന്താണ്? രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ G7 ഉണ്ടാക്കിയ സമയത്ത് സമ്പദ് വ്യവസ്ഥയുടെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമാണ് കൈകാര്യം ചെയ്തത് എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഇത് രണ്ടും തമ്മിൽ എന്തോ ഒരു പ്രശ്നമില്ലേ? എന്താ? ഇപ്പോൾ ഇത് രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ്. എപ്പോ? 2025. കറക്റ്റ്. മുമ്പ് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് രാഷ്ട്രീയം പറയോ? ഇല്ല, സാമ്പത്തികം മാത്രമേ പറയുള്ളൂ. അത് എന്തുകൊണ്ടാ?
ഉണ്ടാവാൻ കാരണം എണ്ണ പ്രതിസന്ധിയാണ്. ഇപ്പൊ എണ്ണയ്ക്ക് വില കൂടിയെന്ന് വിചാരിക്കുക, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിന്റെയും വില കൂടില്ലേ? ഓക്കെ, അതൊരു സത്യമായ കാര്യമല്ലേ? ഇപ്പൊ പെട്ടെന്ന് പെട്രോളിനോ ഡീസലിനോ വില കൂടിയെന്ന് വിചാരിക്കൂ, നമ്മുടെ എന്താ പറയാ വീട്ടിലുള്ള എല്ലാ സാധനത്തിനും വില കൂടില്ലേ? അത് സാമ്പത്തികമായ കാര്യമല്ലേ? അത് ഡിസ്കസ് ചെയ്യാനാണ് G7 ആദ്യം ഉണ്ടാക്കിയത്. ഇപ്പൊ അത് സാമ്പത്തികം മാത്രമല്ല, വിദേശ നയം, ഇന്ത്യയും പാകിസ്ഥാനും പ്രശ്നമുണ്ടാ, ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. സുരക്ഷാ നയം, നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ടാ, ഡിസ്കസ് ചെയ്യും. വ്യാപാരം, ട്രേഡ് ഡിസ്കസ് ചെയ്യും. കാലാവസ്ഥ, കാലാവസ്ഥയിൽ മാറ്റമുണ്ട് അല്ലെ, മഴയൊന്നും പ്രതീക്ഷ പോലെ കിട്ടുന്നില്ലല്ലോ, അതും ഡിസ്കസ് ചെയ്യും. ഓക്കെ, വികസനം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ, മുമ്പ് ഇത് പൈസയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നത് ഒരു സാമ്പത്തിക എന്തായിരുന്നു, ഫോറം ആയിരുന്നു. അത് പിന്നീട് എന്തായിട്ട് മാറി, ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ഫോറം ആയിട്ട് മാറി. ഓക്കെ, അതാണ് G7 ആയിട്ട് മാറിയിരിക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്ങനെയാണ് G7 ഉണ്ടായത്, ആ കഥ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. കഥ ഞാൻ എന്താ പറഞ്ഞത്, എണ്ണ പ്രതിസന്ധി ഉണ്ടായി. എപ്പോഴാണ് എണ്ണ പ്രതിസന്ധി ഉണ്ടായത്? 1973. ഓക്കെ, ഈ 1973 സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി, എണ്ണ പ്രതിസന്ധി ഉണ്ടായി. എണ്ണ പ്രതിസന്ധി ഉണ്ടായി, എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുക? പെട്രോളിന് വില കൂടിയ എല്ലാത്തിനും വില കൂടും, അപ്പൊ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. അതിനും ഒരു മറുപടി ആയിട്ട് 1975 G6 രൂപീകരിച്ചു. സാറിന് പറഞ്ഞു G7 രൂപീകരിച്ചു എന്നുള്ളത്, റിലാക്സ്. ഓക്കെ, G7 തന്നെ, അത് 6 പേരെ വന്നിട്ടുള്ളൂ. ഓക്കെ, 1975 ആരൊക്കെ ഉണ്ടായിരുന്നത്? US, UK, ഫ്രാൻസ്, പശ്ചിമ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, ഇത്ര വരെ ഉള്ളൂ. ഓക്കെ, ആരാണ് സാർ കുറവുള്ളത്? കാനഡ. അപ്പൊ 1976 കാനഡ ചേർന്നിട്ട് എന്താക്കി? G7 ആക്കി. നമ്മൾ പഠിക്കുന്നത് G7 ആണ്, പക്ഷെ ഉണ്ടാക്കുമ്പോൾ എത്ര പേരേ ഉള്ളൂ? 6 പേര്. G7 7 പേരായത് എപ്പോഴാണ്? 1976. അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, 8 പേരായത് എപ്പോഴാണ്? 1998. ഓക്കെ, അത് വീണ്ടും 7 പേരായത് എപ്പോഴാണ്? 2014. അപ്പൊ ഏതൊക്കെ വർഷങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്? വർഷം നമ്പർ 1 1975 G7 ഫോം ചെയ്തു. അത് അങ്ങനെ തന്നെ പറയാം. ഓക്കെ, ഒരു സംഘടനയല്ലേ, G7 ഫോം ചെയ്തു. പക്ഷെ എത്ര പേരുണ്ടായിരുന്നു? 6 പേരുണ്ടായിരുന്നു. ആരൊക്കെയാണ് 6 പേർ? US, UK, ഫ്രാൻസ്, പശ്ചിമ ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ഓക്കെ, ഈ 6 പേരാണ് ഉണ്ടായിരുന്നത്. 1976 എന്തായിട്ട് മാറി? G7 ആയിട്ട് മാറി. അപ്പൊ ആര് ചേർന്നു? കാനഡ ചേർന്നു. ഓക്കെ, 1998 എന്തായി? G8 ആയി. 2014 അത് വീണ്ടും എന്തായി? G7 ആയി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ 2025 1975 ഉണ്ടാക്കിയത്, 2025 G7 50ാം വാർഷികം നമ്മൾ എന്ത് ചെയ്തു? ആഘോഷിച്ചു. അപ്പൊ ഒരു സംഘടനയുടെ 50ാം വാർഷികത്തിന്റെ മീറ്റിംഗ് ആണ് 2025 എവിടെ നടന്നിരിക്കുന്നത്? കാനഡയിൽ നടന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഡബിൾ ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അതെ. അപ്പോ യൂറോപ്യൻ യൂണിയൻ എണ്ണപ്പെടാത്ത അംഗമായിട്ടാണ് പങ്കെടുക്കുന്നത് പറഞ്ഞത്. എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയനിലുള്ള ആളെന്ത് ചെയ്യും? ഉറപ്പായിട്ട് അവിടെ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഞാൻ 9 വരെ കാണിച്ചെന്ന് ഓർക്കുന്നില്ലേ? ഓക്കെ, ഒന്നുകൂടി നോക്കാം. ഇവിടെ 9 വരെ കണ്ടില്ലേ? ഈ മനുഷ്യൻ യൂറോപ്യൻ യൂണിയന്റെ ആളാണ്. ഈ വനിത ആരെന്ന ഞാൻ പറഞ്ഞു തന്നത്? IMF-ന്റെ. ഓക്കെ, എന്ന് വെച്ചാൽ യൂറോപ്യൻ ബാങ്കിന്റെ അല്ലെങ്കിൽ IMF-ന്റെ. ഓക്കെ, അന്താരാഷ്ട്ര നാണയനിധിയുടെ എന്താണ്? ഒരു പ്രതിനിധിയായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ചിലപ്പോൾ ആരെ വിളിക്കും? ഐക്യരാഷ്ട്രസഭയുടെ അംഗങ്ങൾ വിളിക്കാം, വിളിക്കാതിരിക്കാം. ഓക്കെ, എന്തായാലും യൂറോപ്യൻ യൂണിയന്റെ ആളുണ്ടാവും, അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ അംഗങ്ങളുണ്ടാവും. ഇത്രയും പേര് ചേർന്നുണ്ടാവും. ഇവര് മെമ്പേഴ്സ് ആണോ? അല്ല. മെമ്പർ എത്ര പേരെന്ന് പറയാ? 7 പേര്. അപ്പൊ G7 സ്വഭാവം എന്താ? ഒന്ന്, അനൗപചാരിക ഗ്രൂപ്പിംഗ് ആണ്. അനൗപചാരിക ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് ഒരു കാര്യവും പറയാനോ അല്ലെങ്കിൽ എഴുതാനോ ഉടമ്പടി ഉണ്ടാക്കാനോ പോകുന്നില്ല. സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അതാ ഞാൻ പറഞ്ഞു, ഇവരെല്ലാരും പോയി ചായ കുടിക്കും, തിരിച്ചു വരും. ഓക്കെ, നല്ല ഭക്ഷണം കഴിക്കും, തിരിച്ചു വരും. അല്ലാതെ ഒരു കരാറും സൈൻ ചെയ്യാൻ ഒന്നും പോകുന്നില്ല. സാർ ഈ ചുമ്മാ പോണ മീറ്റിങ്ങിനാണ് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ്. പോകുന്നത് ആരാ? പണക്കാരാ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? സ്ഥിരമായിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഇല്ല, ബ്യൂറോക്രസിയും ഇല്ല. ബ്യൂറോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ PSC പഠിച്ചിട്ട് എവിടേക്ക് കയറാൻ പോകുന്നത്? ബ്യൂറോക്രസിക്ക്. സ്ഥിരമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും ഇല്ല, ഒരു സെക്രട്ടേറിയറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പറയുകയാണ് എന്താ, UN-ന്റെ ആസ്ഥാനം എവിടെയാണ്? ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, യുനെസ്കോയുടെ ആസ്ഥാനം എവിടെയാണ്? ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. G7-ന്റെ ആസ്ഥാനം എവിടെയാണ്? ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റില്ല.
ഓക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ആ സമയത്ത് ആരാണോ പ്രസിഡന്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ എല്ലാവരും വലിയ പണക്കാരല്ലേ, അപ്പൊ സ്ഥിരം പ്രസിഡന്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ എവിടെ വെച്ചാണോ മീറ്റിംഗ് നടക്കുന്നത് അയാളാണ് ആ സമയത്തെ പ്രസിഡന്റ്. ഓക്കെ. അപ്പോ സ്ഥിരം സെക്രട്ടേറിയറ്റ് ഉണ്ടാ? ഇല്ല. ആസ്ഥാനം ഉണ്ടാ? ഇല്ല. അപ്പൊ ഈ വർഷത്തെ ആസ്ഥാനം എവിടെയാ? കാനഡയിലെ കനാസക്കിസ്. അടുത്ത വർഷം ആസ്ഥാനം എവിടെയാണോ മീറ്റിംഗ് ഉള്ളത് അവിടെ. മനസ്സിലായ? ഓക്കെ അല്ലേ? ഇത് അപ്പോ സ്ഥിരമായിട്ടൊരു പ്രസിഡന്റ് ഉണ്ടാ? ഇല്ല. ഈ 7 പേരും മാറി 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 എന്ത് ചെയ്യുന്നതായിരിക്കും? മീറ്റിംഗ് ചെയ്യുന്നതായിരിക്കും. ഇത്തരം കാര്യം ഓക്കെയാണ്. ഓക്കെ. എങ്കിൽ സമവായത്തിലൂടെയുള്ള തീരുമാനങ്ങൾ എന്ന് വെച്ചാൽ നിയമമൊന്നും ഉണ്ടാക്കില്ല, എല്ലാരും പണക്കാരല്ലേ, എല്ലാരും കയ്യൊക്കെയുള്ളവരാണ്. അപ്പൊ എല്ലാരും കൂടി എന്ത് ചെയ്യും? നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കാം. ഓക്കെ, എല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞ് തീർക്കാം എന്ന് പറയും. എന്നാലും ഇവരുടെ സാമ്പത്തിക രാഷ്ട്രീയ ശക്തി കാരണം എന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ നല്ല ബോംബുണ്ട്, ഇവിടെ നല്ല പൈസയുണ്ട്. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞാൽ അവരപ്പം എന്ത് ചെയ്യും? അപ്പൊ ബോംബിടും. 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്. അതല്ല അമേരിക്ക ചെയ്തത് ഇറാന്റെ പുറത്ത്. ഓക്കെ, ഇറാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ അമേരിക്ക എന്ത് ചെയ്തു? 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്. ഇറാൻ മിണ്ടിയ ഇല്ല. ഓക്കെ, പ്രശ്നം തീർന്നില്ലേ? തീർന്നു. ഇനി ഇറാൻ അറ്റാക്ക് ചെയ്യണോ വേണ്ടെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണം, അത് വേറെ കാര്യം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ബോംബിടില്ലേ? ബോംബിടും. അപ്പൊ അവരുടെ അനൗപചാരിക മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ UN-ന്റെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഔപചാരിക മീറ്റിങ്ങിനെക്കാളും പവർഫുൾ ആണ്. എന്തുകൊണ്ട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 കാര്യം. ഞാൻ അത് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ ക്ലാസ്സിൽ. അതിന് കാരണം അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ഔപചാരിക മീറ്റിംഗ് അല്ല, ഇറ്റ്സ് നോട്ട് ആൻ ഒഫീഷ്യൽ മീറ്റിംഗ്. ഓക്കെ, ഇറ്റ്സ് ആൻ അൺഒഫീഷ്യൽ മീറ്റിംഗ്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അവിടെ നിയമമില്ല, അവിടെ ഔപചാരിക നടപടിയില്ല, സ്ഥിരമായ സെക്രട്ടേറിയറ്റ് ഇല്ല, സ്ഥിരമായ ബ്യൂറോക്രസി ഇല്ല, സ്ഥിരമായ പ്രസിഡന്റ് ഇല്ല. ഓക്കെ, എങ്കിലും G7 ഇത്രയും ശക്തരായിട്ടുള്ള ഒരു സംഘടനയായിട്ട് മാറിയുള്ള കാരണം 2 എണ്ണം. അവിടെ വരുന്ന എല്ലാവരും സാമ്പത്തികമായിട്ടും രാഷ്ട്രീയമായിട്ടും പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി മോസ്റ്റ് പവർഫുൾ നാഷൻസ് ഇൻ ദ വേൾഡ് ആയിട്ടാണ് വരുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അതിന് കാരണം ഓക്കെ, ഒന്ന് ആഗോള സമ്പത്ത് വ്യവസ്ഥയുടെ 40%. ഓക്കെ, മൊത്തം 100 രൂപയാണ് ഈ ലോകത്തുള്ള എല്ലാ 194 രാജ്യങ്ങൾക്കും ഉള്ളതെങ്കിൽ അതിൽ 40 രൂപ ആരാ? ഈ 7 പേരുടെ കയ്യിലാണ്. പക്ഷെ ജനസംഖ്യ എത്രയേ ഉള്ളൂ? 10%. ഓക്കെ, അവിടെ ജനസംഖ്യ കുറവാണ്, 7 പേരില് 40% ഉണ്ട്, കയ്യിൽ പൈസയുണ്ട്. ഓക്കെ, ആഗോള വൈദ്യുത ഉൽപാദന ശേഷി ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷന്റെ 36% ആരുടെ? ഈ 7 പേരുടെ കയ്യിലാ. മൊത്തം ആഗോള ഊർജം അതായത് എനർജി ഉപയോഗിക്കുന്നവരിൽ 30% ആരാ? ഇവരാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുന്നതിൽ 25% ആരാ? ഇവർ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവര് 7 പേര് തീരുമാനിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് ഞങ്ങൾ കുറയ്ക്കാം. ലോകത്ത് മാറ്റം ഉണ്ടാവോ? ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവരോട് പറയാൻ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടാ? ഇല്ല. കാരണം എന്താ? 2 കാര്യം. ഒന്നിന്റെ പേര് സാമ്പത്തികമായി അവർ പവർഫുൾ ആണ്, ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ 40% എന്താ? അവരുടെ കയ്യിലാണ്. രണ്ടാമത്തെ ഊർജ ആവശ്യകതയുടെ 30%. എന്ന് വെച്ചാൽ എനർജി യൂസ് ചെയ്യുന്നതിൽ 30% ആരാ? ഇവരാണ്. അപ്പൊ ഇവര് ഓയിൽ വാങ്ങിയില്ലെങ്കിൽ റഷ്യയും എന്താ പറയാ നമ്മുടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും സൗദിയൊക്കെ എങ്ങനെയാ പൈസ ഉണ്ടാക്കുക? അവർക്ക് വേണം ഫെറാറി കാറിൽ ഷെയ്ക്കിന് പോണ്ടേ? ആ ഫെറാറി കാറിന്റെ പൈസ കൊടുക്കുന്ന ആരാ? ഈ മനുഷ്യന്മാരല്ലേ. അല്ലാതെ ഓയിലും വെച്ചിട്ട് അവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, വിൽക്കണ്ടേ? വിൽക്കണത് ആരാ വാങ്ങണത്? ഇവരെന്നല്ലേ വാങ്ങണത്. അപ്പൊ എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ ഉണ്ടാവില്ലേ, ആഗോള താപനം ഉണ്ടാവില്ലേ. അപ്പൊ ഇവര് വാങ്ങാതിരുന്ന സൗദി പൊളിയില്ലേ? ഓക്കെ, മിഡിൽ ഈസ്റ്റ് പൊളിയില്ലേ? ഇവര് വാങ്ങിയ മൊത്തം ജനങ്ങൾ പൊളിയില്ലേ? ഇതിപ്പോ എന്താ ചെയ്യുക? തീരുമാനത്താൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അതന്നെയാണ് എല്ലാ COP മീറ്റിംഗിലും. COP മീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫറൻസ് ഓഫ് പാർട്ടി മീറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആഗോള താപനം കുറയ്ക്കണം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഒരിക്കലും കുറയില്ല. കാരണം എന്താ? ഇവരുടെ കയ്യിലാണ് ഈ മൊത്തം കൺട്രോൾ ഉള്ളത്. എങ്ങനെ മനസ്സിലായ? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 51ാമത് G7 ഉച്ചകോടിയുടെ ഫലങ്ങൾ നോക്കുന്നതിന് മുമ്പ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ? ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങോട്ട് ചെയ്യാം. ഓക്കെ, ഈ എല്ലാം പറഞ്ഞേ ശരിയായതാണ്. ഒന്ന്, G7 വികസിത ജനാധിപത്യ രാജ്യങ്ങളുടെ ഒരു അന്തർ ഗവൺമെന്റൽ രാഷ്ട്രീയ സാമ്പത്തിക ഫോറമാണ്. കറക്റ്റ് ആണോ? അതെ. 2, USA ഉണ്ട്, കാനഡ ഉണ്ട്, റഷ്യ ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? G7. ഓക്കെ, USA, കാനഡ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതില് G7-ൽ ഉള്ളത് ആരൊക്കെയാണ്?
കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇവരെല്ലാം ഉള്ളത്. റഷ്യ ഉണ്ടെങ്കിൽ അതിന്റെ പേരെന്താ? എന്താ അതിന്റെ പേര്? G8. എപ്പോഴാണ് G7 G8 ആയത്? പറഞ്ഞേ, 1998. എപ്പോഴാ G8 വീണ്ടും G7 ആയത്? 2014. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നമ്പർ 2 തെറ്റാനുള്ള കാരണം എന്ന് മനസ്സിലായില്ലേ? റഷ്യ അവിടെ ഇല്ല. ഓക്കെ, ഇനി അടുത്തത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യ G7 ക്ഷണിക്കപ്പെട്ട അംഗമാണ്. കറക്റ്റ്. എത്ര വർഷം? 6 വർഷം. കനാസ്കസിൽ നടന്ന 2025 G7 ഉച്ചകോടി ഇറ്റലി എന്ത് ചെയ്തു? അധ്യക്ഷത വഹിച്ചു. അപ്പോ G7 സ്ഥിരമായ പ്രസിഡന്റ് ഉണ്ടാ? ഇല്ല. അപ്പൊ ആരാണോ ഉച്ചകോടി നടത്തുന്നത് അവർ തന്നെയാണ് പ്രസിഡന്റ്. ഓക്കെ, അപ്പൊ ഉച്ചകോടി നടത്തിയത് ആരാ? കാനഡ. അപ്പൊ ആരാ പ്രസിഡന്റ്? കാനഡ തന്നെ. ഇറ്റലി ആയിരിക്കില്ല പ്രസിഡന്റ് ഉണ്ടാവുക. എങ്കിൽ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 1, 3. ഇത്രയും കാര്യം മനസ്സിലായ? രണ്ടാമത്തെ എന്ത് തെറ്റ്? റഷ്യ ഒഴിവാക്കണം. ഓക്കെ, എന്നിട്ട് UK അല്ല USA ഉണ്ട്, കാനഡ ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട്, UK ഉണ്ട്. 1, 2, 3, 4, 5, 6. ഓക്കെ, ആരെ വിട്ടിരുന്നു? ഫ്രാൻസ്. ഫ്രാൻസ് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 4 കനാസ്കസിൽ നടന്ന 2025 G ഉച്ചകോടി കറക്റ്റ് ആണ്. ഇറ്റലി അല്ല അധ്യക്ഷത വഹിച്ചത്. ആരാണ്? കാനഡയാണ്. അപ്പൊ സ്ഥിര അധ്യക്ഷൻ ഉണ്ടാ? ഇല്ല. ഇപ്പൊ എല്ലാം മനസ്സിലായില്ലേ? ഓക്കെ, ഇനി G7 നമുക്ക് എന്താണ് ഡിസ്കസ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, 1, കനാസ്കസ് വൈൽഡ് ഫയർ ചാർട്ടർ. വൈൽഡ് ഫയർ ചാർട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് കാട്ടുതീ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ഓസ്ട്രേലിയയിൽ കാട്ടുതീ, US കാട്ടുതീ, കാനഡയിൽ കാട്ടുതീ, ആകെ കാട്ടുതീയാണ്. ഓക്കെ, ചൂട് കൂടിയില്ലേ? അപ്പൊ കാട്ടുതീ ഉറപ്പായിട്ടും വരും. അതിനു വേണ്ടിയിട്ട് 2021 ഒരു ഡിക്ലറേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിക്ലറേഷൻ എന്താ? ഗ്ലാസ്കോ ലീഡേഴ്സ് ഡിക്ലറേഷൻ. ഗ്ലാസ്കോ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്. ഗ്ലാസ്കോ ലീഡേഴ്സ് ഡിക്ലറേഷൻ. അത് എപ്പോഴുള്ളതാ? 2021. ആ 2021 ഡിക്ലറേഷൻ പ്രകാരം 2030 വനനശീകരണം കുറയ്ക്കും, ഭൂമി നശിക്കുന്നത് കുറയ്ക്കും. അതിനു വേണ്ടിയിട്ട് ശാസ്ത്രീയവും പ്രാദേശിക പ്രവർത്തനങ്ങളും നമ്മളെല്ലാം കൂട്ടിച്ചേർത്തിട്ട് ഓക്കെ കാട്ടുതീ ഭീഷണികളെ നമ്മൾ നേരിടുന്നതായിരിക്കും എന്നാണ് അവര് ചായ കുടിച്ചുകൊണ്ട് G7 2025 59ാമത് മീറ്റിംഗിൽ ആദ്യം പറഞ്ഞ കാര്യം. ഇത് ഇന്ത്യ അംഗീകരിച്ചു. ഇപ്പൊ എന്താ ഇന്ത്യയിൽ വരുന്നത്? ഇന്ത്യയും പോയിട്ടില്ല മീറ്റിങ്ങിന്. അപ്പൊ ഇന്ത്യ എന്ത് പറഞ്ഞു? SR 3 bags full. ഓക്കെ, അപ്പൊ ഇന്ത്യ എന്ത് പറഞ്ഞു? ഓക്കെ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത് G7 ക്രിട്ടിക്കൽ മിനറൽസ് ആക്ഷൻ പ്ലാൻ. അവിടുത്തെ വാക്ക് നന്നായി നോക്കുക. 1 ക്രിട്ടിക്കൽ മിനറൽസ് എന്നാണ് വാക്കുള്ളത്. മിനറൽസ് എന്ന് വെച്ചാൽ എന്താ? ധാതുക്കൾ. ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താ? വളരെ അത്യാവശ്യമുള്ളത്. അപ്പൊ വളരെ അത്യാവശ്യമുള്ള ധാതുക്കൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഉപയോഗിക്കണം. അതിനു വേണ്ടിയിട്ട് 2023 5 പോയിന്റ് എന്ത് ചെയ്യുന്നതായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കഷ്ടപ്പെട്ട് 2023 എന്താണ് 5 പോയിന്റ് എന്ന് പഠിക്കേണ്ട കാര്യമില്ല. 2023 മീറ്റിംഗ് നടന്നത് ജപ്പാനിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ മീറ്റിംഗ് പഠിച്ചിട്ട് പോയാൽ മതി. 2023, 2024, 2025 അടുത്ത മീറ്റിംഗ് 2026 എവിടെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്താൽ മതി? പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, അത് ബേസിക് ആയ കാര്യം. ഈ 2025 മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം മനസ്സിലാക്കണേ. എങ്ങനെയാ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു? എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ആ 2023 മീറ്റിംഗില് 5 പോയിന്റ് പദ്ധതി പ്രകാരം ക്രിട്ടിക്കൽ മിനറൽസ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യും? ഉൽപാദനം വർദ്ധിപ്പിക്കും. ക്രിട്ടിക്കൽ മിനറൽസിന്റെ ആവശ്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. സാർ എക്സാമ്പിൾ പറയാവോ? യുറേനിയം. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് എന്ത് വേണം? എന്താ? ആണവോർജം വേണം. അപ്പൊ അങ്ങനെയുള്ള മിനറൽസിന്റെ ഉൽപാദനം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? കൂട്ടുന്നതായിരിക്കും എന്ന് അവര് 51ാമത്തെ ഉച്ചകോടിയിൽ ചായ കുടിച്ചുകൊണ്ട് രണ്ടാമത്തെ കാര്യം പറഞ്ഞു. ഇന്ത്യ എന്ത് പറഞ്ഞു? SR 3 bags full എന്ന് വെച്ചാൽ ഇന്ത്യ എന്ത് പറഞ്ഞു? ഓക്കെ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അടുത്ത പരിപാടിയുടെ പേരാണ് റൈസ്. റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിലന്റ് ആൻഡ് ഇൻക്ലൂസീവ് സപ്ലൈ ചെയിൻ എൻഹാൻസ്മെന്റ്. റെസിലന്റ് ആൻഡ് ഇൻക്ലൂസീവ് സപ്ലൈ ചെയിൻ എൻഹാൻസ്മെന്റ്. എന്താണ് ഈ സാധനം സാറേ? സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം വേറൊരു സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും സാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഓക്കെ ഒരു ഐഫോൺ ഇന്ത്യയിലേക്ക് എത്തണം. അപ്പൊ ഐഫോൺ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് അതൊരു ട്രക്കിലൂടെ എന്ത് ചെയ്യും? നമ്മുടെ വിമാനത്താവളത്തേക്ക് വരും. ആ വിമാനത്താവളത്തിൽ നിന്ന് അത് എവിടെ എത്തും? ഓക്കെ അല്ലേ? ഡൽഹിയിലെത്തും. ഡൽഹിയിൽ നിന്ന് അത് എവിടെ എത്തും? ഓക്കെ ഒരു ട്രക്കില് അത് ചെന്നൈയിലെത്തും.
ചെന്നൈന്ന് അത് എവിടെ എത്തും? വേറൊരു ട്രക്കിൽ എവിടെ വരും? എന്താ പറയാ, കൊച്ചിയിലുള്ള എന്താ പറയാ ഗോഡൌണിൽ വരും. അവിടെ നിന്ന് അതൊരു ഓട്ടോറിക്ഷയിൽ എവിടെ വരും? ഷോപ്പിൽ വരും. അപ്പൊ ഇത്രയും വണ്ടിയായില്ലേ? ഓക്കെ, എങ്കിൽ അതിന്റെ പേരാണ് സപ്ലൈ ചെയിൻ. ഈ സപ്ലൈ ചെയിൻ നന്നാക്കിയാൽ മാത്രമല്ലേ പെട്ടെന്ന് അവിടെ എത്തുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഡൽഹി ടു ചെന്നൈ എന്ത് ചെയ്യുക? ഫ്ലൈറ്റ്. ഓക്കെ, ചെന്നൈ ടു കൊച്ചി ഫ്ലൈറ്റ്. അപ്പൊ ഇപ്പൊ അവിടെ വിമാനത്താവളങ്ങൾ ഇല്ലേ? അതിന്റെ കോസ്റ്റ് കുറയ്ക്കണ്ടേ? അതിന്റെ കോസ്റ്റ് കുറച്ചാലല്ലേ ഐഫോൺ, ഇല്ലെങ്കിലേ ഭയങ്കര വിലയാണ്. അത് ഒന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടി അത് വേണ്ട കാര്യമല്ലേ? ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയുടെ പേരാണ് റൈസ്. അപ്പൊ ചായ കുടിച്ചുകൊണ്ട് ഒരു മൂന്നാമത്തെ കാര്യം പറഞ്ഞു, എന്തുണ്ടായിരിക്കും? റെസിലിയന്റ് ആൻഡ് ഇൻക്ലൂസീവ് സപ്ലൈ ചെയിൻ എൻഹാൻസ്മെന്റ് നമ്മൾ നടത്തുന്നതായിരിക്കും. ഓക്കെ, നാലാമത്തെ കാര്യം TNR. TNR എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് നാഷണൽ റിപ്രഷൻ എന്ന് വെച്ചാൽ ഒരു രാജ്യം അതിന്റെ അതിർത്തിക്കപ്പുറത്തുള്ള വേറൊരു രാജ്യത്തിലെ ആളുകളെ ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യില്ല. അപ്പൊ പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇന്ത്യക്കാരോട് ഓക്കെ അല്ല എന്തെങ്കിലും ചെയ്യോ, എന്താ പറയാ, പ്രശ്നം ഉണ്ടാക്കിയില്ലേ? ഓക്കെ, ജമ്മു കാശ്മീരിൽ എത്ര പേരെ വഹിച്ചത്? നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ, അപ്പൊ അതിനെ G7 എന്ത് പറഞ്ഞു? അത് നടക്കില്ല മക്കൾ, നടക്കില്ല. ഓക്കെ, നിങ്ങളുടെ രാജ്യം എന്ത് ചെയ്യുക? അടുത്ത രാജ്യത്തോട് സമാധാനപരമായിട്ടിരിക്കുക, അല്ലാതെ വെറുതെ കിടന്നിട്ട് ഇടി ഉണ്ടാക്കുന്നൊന്നും പറയരുത്. ഓക്കെ, എന്ന് ആര് പറഞ്ഞു? G7 പറഞ്ഞു. അപ്പൊ എത്രാമത്തെ കാര്യം മക്കളെ? എത്ര കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, കനാസ്കസിസ് വെൽഫെയർ ചാർട്ടർ. 1. 2, G7 ക്രിട്ടിക്കൽ മിനറൽസ് ആക്ഷൻ പ്ലാൻ. 2. 3, റൈസ്. ഓക്കെ, റെസിലിയന്റ് ആൻഡ് ഇൻക്ലൂസീവ് സപ്ലൈ ചെയിൻ എൻഹാൻസ്മെന്റ്. ഓക്കെ, 4, ട്രാൻസ്നാഷണൽ റിപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യം വേറൊരു രാജ്യത്തെ ഉപദ്രവിക്കരുത്. ഓക്കെ, ലാസ്റ്റ് കാര്യം പ്രിവെന്റ് മൈഗ്രന്റ്